അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ അതിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. എനിക്കും ചിലരൊക്കെ ഈ വീഡിയോ വാട്സപ്പിൽ അയച്ചു തന്നിരുന്നു. കഴിയുന്ന സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പലരും ആ വീഡിയോ അയച്ചത്. ഞാൻ ഏതായാലും ആ തട്ടിപ്പിൽ വീണില്ല. ഞാൻ ക്യാഷ് അയച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് ആ വീഡിയോ നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ടും ഇതിനെക്കുറിച്ചൊരു മുൻ ധാരണയുള്ളത് കൊണ്ടും ഞാൻ അവരുടെ തട്ടിപ്പിൽ വീടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളിൽ എത്ര പേർ അവരുടെ തട്ടിപ്പിൽ വീണിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നിഷ്കളങ്കമായ മനോഭാവത്തെ, സഹായ മനസ്കതയെ അവർ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി. 7 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയ്യാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ. ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തില് ഈയിടെ ഈ വീഡിയോ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങൾ പണം അയച്ചിട്ടുണ്ടോ? തട്ടിപ്പാണ്. അർബുദം ബാധിച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടിട്ട് 7 മാസം പിന്നിടുന്നു. 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് റയാൻ എന്ന കുട്ടിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് വൻ കൊള്ളയാണ്. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുവാൻ ഫിറോസ് കുന്നുംപറമ്പിലിന്റെ കൂടി സഹായത്തോടെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയാണിത്. ഇതിൽ എഡിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അരങ്ങേറുന്നത്. ഈ കുട്ടിയുടെ പിതാവായ റഷീദാണ് മനോരമ ന്യൂസുമായി ബന്ധപ്പെട്ട് വേദനയോടെ ഈ വിവരം അറിയിക്കുന്നത്. ഓമനിച്ച് വളർത്തിയ കുട്ടി നഷ്ടമായ വേദന ഒരു ഭാഗത്ത്, ആ മുറിവുണങ്ങും മുമ്പാണ് തന്റെ കുട്ടിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്ന വിവരം ആ പിതാവ് അറിയുന്നത്. ഒന്നോർത്തു നോക്കൂ, എത്ര ദയനീയമായ അവസ്ഥയാണത്. നമ്മൾ ഉടൻ തന്നെ ഫിറോസ് കുന്നുംപറമ്പിലുമായി ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ചോദിച്ചു. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതാണ്. മുഹമ്മദ് റയ്യാൻ എന്ന് പറയുന്ന കുട്ടി മച്ച മാറ്റിവെക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോന്റെ പ്രശ്നമല്ല, മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർധനരായ രോഗികളുടെ പല വീഡിയോകൾ, ഞങ്ങളുടേത് തന്നെ, നമ്മളൊരു രോഗിക്ക് വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റിയ ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനെതിരെ, അതായത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സമീപിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് വരെ ആയിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ ഇനിയും പല അക്കൗണ്ടുകളിൽ നിന്നും തീയതി അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തിയേക്കാം. ദയവ് ചെയ്ത് വഞ്ചിക്കപ്പെടാതിരിക്കൂ. കുട്ടിയുടെ പിതാവിന് പറയാനുള്ളത് ഇതാണ്. എൻ്റെ പേര്, ഞാൻ മുഹമ്മദ് റയാൻ്റെ വാപ്പയാണ്. എൻ്റെ മകൻ മരണപ്പെട്ടിപ്പോൾ 7 മാസമായി. മാർച്ച് 26-ാം തീയതി മരണപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ കുട്ടിൻ്റെ വീഡിയോ വീണ്ടും ആരോ പുതിയ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് കഴിഞ്ഞ മാസം 29-ാം തീയതിയും 2-ാം തീയതിയിലും ഡേറ്റ് വെച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമുക്ക് പുതുമയല്ല. ഇത്തരത്തിൽ പല വീഡിയോകളും മുമ്പ് ഡേറ്റുകൾ മാറ്റിയും അതിലെ അക്കൗണ്ട് വിവരങ്ങൾ മാറ്റിയൊക്കെ കൊടുത്തിട്ട് പല രീതിയിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വൈറൽ ആവുകയും ധാരാളം ആളുകൾ ഇതിനോടകം തന്നെ ഈ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയും ചെയ്തു.
ഏതാണ്ട് ലക്ഷങ്ങളും കവിഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് ഈ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയതെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം പ്രമുഖ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫിറോസ് കുന്നംപറമ്പിലിന്റെ പേരിലുള്ള വീഡിയോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അയാൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ആ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ വീഡിയോസുമായി വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആളുകൾ കാണുമ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ള തുകകൾ 50, 100, 500, 1000 അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഖ്യകൾ അയച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. എന്നാൽ ഇത് ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്ത പുതിയ വീഡിയോ ആണോ, ഏറ്റവും അടുത്ത് ചെയ്ത വീഡിയോ ആണോ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. അദ്ദേഹത്തിന്റെ പേജിൽ പോയി, ഫേസ്ബുക്ക് പേജിൽ പോയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കയറിയിട്ടോ ജനങ്ങൾ ആരും കൃത്യമായ ഒരു അന്വേഷണം നടത്താറില്ല. നമ്മൾ സുമനസ്സുകളായ മനുഷ്യർ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തുക പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു എന്നുള്ള സംതൃപ്തിയിൽ നമ്മളത് അങ്ങനെ ഒഴിവാക്കി വിടലാണ് സാധാരണ നിലയിൽ സംഭവിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിൽ മലയാളികളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലുമോ അല്ല. ഇതൊക്കെ ഉത്തരേന്ത്യൻ ലോബികളാണ്. പോലീസ് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ ധാരാളം പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഈ പരാതി അന്വേഷിച്ചു പോകുമ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ഏതെങ്കിലും ഉൾനാടൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധുക്കളായ മനുഷ്യർ, നിത്യവൃത്തിക്ക് വകയില്ലാത്ത, അന്നത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത വിധത്തിൽ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്മാരുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഈ പൈസകളൊക്കെ ചെല്ലുന്നത്. അവർക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു അക്കൗണ്ട് അവരുടെ പേരിലുണ്ടെന്നും ഏത് രീതിയിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് അത്തരത്തിലൊരു അക്കൗണ്ട് തങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് ഒന്നും ഈ പറയുന്ന മനുഷ്യർക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ അവരെ സമീപിച്ച് കുറച്ച് ക്യാഷ് അവർക്ക് കൊടുത്തിട്ട് വളരെ തന്ത്രപരമായിട്ട് അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയും ഈ രീതിയിലുള്ള വീഡിയോസുകളൊക്കെ എടുത്തു വെച്ചിട്ട് തെറ്റായ ഡേറ്റും കൊടുത്ത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മളെപ്പോലെയുള്ള സുമനസ്സുകളായ മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികളാകുമ്പോൾ നമുക്കറിയാം, ഇത്തരം വീഡിയോസുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ കൈ അയച്ച് സഹായിക്കുന്നവരാണ്. അവിടെ നമ്മൾ നമ്മുടെ ദാരിദ്ര്യങ്ങളോ നമ്മുടെ പ്രശ്നങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ ഒന്നും നമ്മൾ നോക്കാറില്ല. ആ കുഞ്ഞിനൊരു സഹായമാകുമെങ്കിൽ, അതിലൂടെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെങ്കിൽ എന്നൊക്കെ കരുതി നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാറാണ് പതിവ്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ പറ്റിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനും സാധ്യതയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ അവര് സഹാനുഭൂതിയുള്ള മനുഷ്യരാണ്, സഹജീവികളോട് സ്നേഹമുള്ള മനുഷ്യരാണ്. അവരുടെ വേദനകൾ കാണുമ്പോൾ, അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ അവരാൽ കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്ഥിതിയുള്ള മനുഷ്യരാണ് പെട്ടെന്ന് ഈ വിഷയത്തിൽ പറ്റിക്കപ്പെടുകയോ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ പറ്റിക്കപ്പെടാവുന്ന മനുഷ്യരുള്ളത് നമ്മുടെ കേരളത്തിലാണ്, നമ്മൾ മലയാളികളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, സത്യാവസ്ഥ മനസ്സിലാക്കുക, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആരുടെ പേരിലാണോ ആ വീഡിയോ പ്രചരിക്കുന്നത്, കുറഞ്ഞ പക്ഷം അവരുടെ പേജിൽ കയറി അതിന്റെ വാസ്തവം അറിയാനും അത് ഫേക്ക് ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താനും പരമാവധി ശ്രമിക്കുക. അതിനുശേഷം മാത്രം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പാടുള്ളൂ. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പിന്നെയും അബദ്ധങ്ങളിലേക്ക് പോകുന്നതും കബളിപ്പിക്കപ്പെടുന്നതും നമ്മുടെ മാത്രം തെറ്റുകൊണ്ടാണ്, നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടാണ്, നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ടാണ്, നമ്മുടെ നിരുത്തരവാദിത്വപരമായ സമീപനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ അധ്വാനങ്ങൾ അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അത് പാഴായി പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ലല്ലോ.